സർ, ഫിറ്റ്നസ് കാറ്റഗറിയിൽ അറിയപ്പെടുന്ന സൂംബ ഡാൻസ് അതിനെ ക്യാബ്രയും ബെല്ലി ഡാൻസുമാക്കി മാറ്റിയിരിക്കുകയാണ് പാരമ്പര്യ ഭൗതിക ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടർ. എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? അതായത് മതമൗലികവാദികളുടെ ഒരു കൂട്ടായ്മ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതലാണെന്ന് വരുന്ന ഒരു അവസ്ഥ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാവും. അതായത് ചില തിട്ടൂരങ്ങൾ, അതായത് ഒരു മതേതര രാജ്യത്തിനും ഒരു വികസിത രാജ്യത്തിനും പറ്റാത്ത രീതിയിലേക്ക് ഒരു 6-ാം നൂറ്റാണ്ടിൽ ആരൊക്കെയോ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ആരൊക്കെയോ പടച്ചു വെച്ച കാര്യങ്ങളെ അവലംബിക്കുന്ന ആൾക്കാർ, അതിന് വലിയൊരു കൂട്ടായ്മ ഉണ്ടാകുന്ന ഒരു സമൂഹവുമായിട്ട് കേരളം മാറും. അതായത് ഇപ്പം ഇതിനകത്ത് മാത്രമല്ല, സൂംബ ഡാൻസ് ഇപ്പൊ വന്നു. സൂംബ ഡാൻസ് വന്നപ്പോൾ ഏതാണ്ട് ഒരു സംഘടന, വിസ്ഡം ഇസ്ലാമിക് സംഘടന, ഇങ്ങനത്തെ ഒരാളാണ് പറഞ്ഞത് സൂംബ ഡാൻസ് എന്ന് പറയുമ്പോൾ അത് തുണിയില്ലാതെ ചാടുന്ന, ആണും പെണ്ണും കൂടെ ചാടുന്ന ഒരു ഡാൻസ് ആണ് ഇത്. ഇത്തരത്തിൽ സ്കൂളുകളിൽ പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല, എന്റെ കുട്ടികളെ ഞാൻ ഇതിന് പ്രൊമോട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളാണ് ആദ്യമേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പിന്നെ സുന്നി സംഘടനകള്, അതുപോലെ മുജാഹിദ് സംഘടനകള്, നാസർ ഫൈസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഇത് ഏറ്റുപിടിച്ചു. അപ്പം അതിനകത്ത് അവർ പറയുന്നത് ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് നൃത്തം ചെയ്യാൻ പാടില്ല. പിന്നെ അല്പവസ്ത്രം ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അല്പവസ്ത്രം ഇടണോ, വസ്ത്രം വേണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഉള്ള ഒരു അവകാശം നമ്മുടെ സമൂഹത്തിനുണ്ട്. അപ്പൊ ഏത് വസ്ത്രം ഇട്ടുകൊണ്ട് സൂംബ ഡാൻസ് കളിക്കണമെന്ന് കളിക്കുന്നവരാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് അല്പവസ്ത്രധാരികളായിട്ട് ഉള്ളെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ സൂംബ ഡാൻസ് കളിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന യൂട്യൂബിലും ഒക്കെ പരതുമ്പോൾ അവർക്കതായിരിക്കും താല്പര്യം. ഇപ്പൊ സ്കൂളുകളിൽ ഇപ്പം അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ എനിക്ക് തോന്നുന്നില്ല അല്പവസ്ത്രധാരികളാണെന്ന്. സ്കൂൾ യൂണിഫോമിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക യൂണിഫോമിലോ ഒക്കെ ആയിരിക്കും ഇത് കളിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മതേതര ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറയും, അത് വോട്ട് പിടിക്കുന്നതിന് വേണ്ടി പറയും, ബാക്കിയുള്ളവരുടെ അല്ലെങ്കിൽ ഇലക്ഷൻ മാൻഡേറ്റിന് വേണ്ടി പറയും. അല്ലാത്ത സമയത്തെല്ലാം ഒരു മത മൗലികവാദത്തിന്റെ കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ആശയങ്ങൾ പറയുമ്പോൾ മറ്റ് മതങ്ങൾക്കകത്ത് പറയുന്ന അഭിപ്രായം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവരുടെ കൂട്ടായ്മയും വോട്ടിനെ ഭയന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി പറഞ്ഞു, മാറ്റത്തില്ല, നിങ്ങൾക്ക് വേണേ കളിച്ചാൽ മതി. അപ്പൊ അവർക്ക് വേണേ കളിച്ചാൽ മതി. ഇപ്പൊ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള അല്ലെ അവർക്ക് താല്പര്യമുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള സ്കൂളുകളിൽ ഒക്കെ ഇത് നടത്താതെ വരും. അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു കൊച്ചിന് കളിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളത് എഴുതുമായിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ വിചാരിച്ച ഒരു പ്രൊമോഷൻ, ഒരു പക്ഷേ മാനസിക ഉല്ലാസം, ശാരീരിക ഉല്ലാസം, അത്തരത്തിൽ മാനസിക ഉല്ലാസം കിട്ടുന്ന കുട്ടികൾക്ക് ഈ മയക്കുമരുന്ന് പോലെ, മറ്റ് ഡിപ്രഷൻ പോലെ, മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പഠിക്കുന്നതിനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാക്കുന്നതും കുട്ടികൾ തമ്മിൽ പരസ്പരം വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്നതിനും ഇവർ ഈ പറയുന്ന മതേതര ജനാധിപത്യം ഒക്കെ വളരെ കൃത്യമായിട്ട് താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്നതിനും സാധ്യമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു നല്ല പരിപാടി തന്നെയായിരുന്നു സൂംബ. ഇത് ഇപ്പൊ സൂംബയ്ക്ക് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണത്തില്ല. ഈ സ്കൂളുകൾ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും യോഗ്യമായ സമയം 10 മണിക്ക് മുമ്പ്, 1 മണിക്കൂർ മുമ്പേ ആക്കി 8:30 ആ സമയത്ത് തുടങ്ങിയിട്ട് വൈകിട്ട് സ്കൂൾ നേരത്തെ വിടുന്നതിന് വേണ്ടി ഒരു വലിയ തീരുമാനം, അത് വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ കൊണ്ടുവന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനം മാറ്റം വരുത്തിയ ആരാന്നറിയോ? ആ തീരുമാനത്തിനകത്ത് മാറ്റം വരുത്തിയത് ഇവിടുത്തെ മുസ്ലിം മതമൗലികവാദികളാണ്. അതിനകത്ത് മുസ്ലിം ലീഗിന് അഭിപ്രായം ഇല്ലായിരുന്നു, അതങ്ങനെ ഇങ്ങനെ വേണം. അവർക്ക് പറഞ്ഞു, ഞങ്ങളുടെ പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനപ്പുറം ഞങ്ങൾക്ക് മതം പഠിപ്പിക്കേണ്ടതുണ്ട്, അവിടെ സ്കൂളിൽ വിടേണ്ടതുണ്ട്, അതുകൊണ്ട് ആ തീരുമാനം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഈ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ വലിയ മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ ആൾക്കാരും അല്ലെങ്കിൽ മതമില്ലെന്ന് പറയുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന BJP-ക്കാർ ഉൾപ്പെടെയുള്ളവർ മിണ്ടാതിരുന്നു. അതായത് അവരുടെ സംഘടിതമായ വോട്ട്. കേരളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കേരളം നമ്മൾ വിചാരിക്കുന്ന പോലെ താലിബാനിസവും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ഈ മതമൗലികവാദികളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയാണ്. താലിബാൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറയാൻ വളരെ കൂടുതൽ ആൾക്കാരുള്ള സ്ഥലം, പാലസ്തീന് വേണ്ടി അല്ല ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാർ കൂടുതലുള്ള സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രകടനം നടത്താൻ അവരുടെ ഫോട്ടോ ആനപ്പുറത്ത് കയറ്റാൻ വളരെ കൂടുതൽ ആളുകളുള്ള സ്ഥലം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ ഈ അവിടെ ഭരണമാറ്റം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇവിടെ തലശ്ശേരി തുള്ളുന്ന ആൾക്കാരുള്ള സ്ഥലം. അപ്പൊ ഇത്തരത്തിൽ മതമൗലികവാദികളുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ ആ മതമൗലികവാദികളെ കൂട്ടുപിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന ഒരവസരം. അപ്പം അത്തരത്തിലുള്ള അവസരം വരുമ്പം ഇവിടെ ഈ പറയുന്നിടത്ത് ഏറ്റവും സുന്ദരമെന്നും ഏറ്റവും നല്ലതെന്നും ഗോഡ്സ് ഓൺ കൺട്രി എന്നും പറയുന്ന ഈ സംസ്ഥാനം, ഈ ചെറിയ സംസ്ഥാനം
മറ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും പരിശോധിക്കുമ്പോൾ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ സംരക്ഷിക്കാതിരിക്കുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുള്ള, അവരുടെ കൂട്ടമുള്ള, അവരുടെ വേരുകളില്ല, ലോകത്തെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ തീവ്രവാദ സംഘടനകളെ അനുഭാവം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുള്ള, അവരുടെ അങ്ങനെ പ്രകടിപ്പിച്ചാൽ പോലും അവർക്ക് കൂട്ടായ്മ ഉണ്ടെങ്കിൽ, അവർക്ക് സംഘടിക്കാൻ അവരുടെ കൂടെ ആളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് അവരെ കൂടെ നിർത്തി വോട്ട് പിടിച്ച് അധികാരത്തിൽ വരാൻ നിൽക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെയുമാണ് കാണുന്നത്. അപ്പൊ കേരളം വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് ഈ പ്രശ്നം ഇതിപ്പം മുസ്ലിം സംഘടനകൾ ഏറ്റെടുത്തു, അല്ലെങ്കിൽ സുന്നി മുജാഹിദീൻ സംഘടനകൾ ഏറ്റെടുത്തു, അഭിപ്രായം വന്നു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങൾ അടിച്ചേൽപ്പിക്കില്ല. അത്തരത്തിൽ അവര് പറഞ്ഞപ്പോൾ ഒതുങ്ങുന്ന അല്ലെങ്കിൽ മെരുങ്ങുന്ന ഒരു ഭരണ സംവിധാനവും അവരുടെ അഭിപ്രായത്തിനോ ശരിയല്ല എന്ന് പറയാൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷവും ഒക്കെ ഇവിടെ ഉണ്ടാകുന്ന ഒരവസ്ഥ വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നാളെ കാലത്തെ ഈ പറയുന്നവർക്ക് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വന്നാൽ കേരളത്തിൽ ഉടനീളമുള്ള അത് ജാതിക്കപ്പുറം മതത്തിനപ്പുറം മറ്റു പലരും അവരുടെ തിട്ടൂരമനുസരിച്ച് പോകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പാലസ്തീൻ വിഷയം, പാലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണമെന്ന് ഇന്ത്യക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ പാലസ്തീൻ അല്ല പ്രശ്നം, അവർക്ക് ഗാസയാണ് പ്രശ്നം. ലോകത്ത് ഈ പറയുന്ന ഗാസയിൽ അല്ലെ ഹമാസ് കാണിക്കുന്ന ക്രൂരകൃത്യങ്ങൾ ആവശ്യമാണ്, വേണ്ടതാണ് എന്നുള്ള രീതിയിലേക്ക് അവർ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പ്രൊമോഷൻസ് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന പല മതഭീകര സംഘടനകളും ലോകത്തുടനീളം അല്ലെങ്കിൽ ബാൻ ചെയ്തിരിക്കുന്നതിന് ഇവിടെ പ്രൊമോട്ടർമാരുണ്ടാവുന്നു. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അതിനകത്ത് ഇവിടുത്തെ മുഖമായിട്ട് SDPI കാരൻ വരുന്നു, PFI കാരൻ വരുന്നു. SDPI കാരനെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അവന്റെ തിട്ടൂരങ്ങൾ എന്ന് പറയുമ്പോൾ ഇതാകുന്നു. ഇപ്പം ഞാൻ പറയാൻ വന്നതും അത് വിട്ടുപോയി. ഇപ്പം മുസ്ലിം സംഘടനകളല്ല, നേരെ മറിച്ച് ഇത് ഹിന്ദുവിന്റെ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഹിന്ദു ഇങ്ങനെ ഒരു അഭിപ്രായം പറയുകയാണ്, യോഗ എല്ലായിടവും വേണം. യോഗയ്ക്ക് നേരത്തെ ഇതുള്ള ത്രെട്ട് വന്നപ്പോൾ ലോകം അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഒരു യോഗ ഡേ ലോകം മൊത്തം അംഗീകരിക്കുന്നുണ്ട്. ലോകം മൊത്തം യോഗ എന്ന് പറയുന്ന ആ ഒരു വ്യായാമത്തെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ട് ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ആ ഒരു വ്യായാമത്തെ ലോകം മൊത്തം കൊള്ളാമെന്ന് കണ്ട് അംഗീകരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇവിടെ പലർക്കും യോഗ ഡേ വരുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി, അതിന്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ കീഴിൽ വന്ന് കമന്റ് അടിക്കുന്ന ആൾക്കാർ എന്തിന്റെ കാരണത്താല? യോഗ ആരുടെയും ഒരു ജാതിയുടെ വിഭാഗമാണ്, മതത്തിന്റെ വിഭാഗമാണ്, അല്ലെ മറ്റേതെങ്കിലും സംവിധാനത്തിന്റെ വിഭാഗമാണ്, അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതല്ല, ഇന്ത്യൻ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയം. മാത്രവുമല്ല, ഈ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരി മാറി അല്ലെങ്കിൽ ഭരണാധികാരികൾ തയ്യാറാവുമ്പോൾ അതും കുഴപ്പമില്ല. ഭരണാധികാരികൾ തയ്യാറായതല്ല, അത് നരേന്ദ്രമോദി ആകുമ്പോൾ BJP ആകുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്റെ ഒരു സുഹൃത്ത്, ഞാൻ യോഗ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ കൂടെ ഉള്ളൊരു സുഹൃത്ത്, അദ്ദേഹം മുസ്ലിം സുഹൃത്താണ്. പുള്ളി ഈ പറയുന്ന മതമൂല്യവാദിയൊന്നുമല്ല, എന്നാലും അവർ സൂര്യ നമസ്കാരം ചെയ്യത്തില്ല. ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യത്തെ? അത് സൂര്യനെ നമസ്കരിക്കുന്നില്ലയോ സൂര്യ നമസ്കാരം, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ ഒരു വെയ്പ്പ്, അതുകൊണ്ട് നമസ്കരിക്കുന്നു. ശരിക്കും സൂര്യ നമസ്കാരം സൂര്യനെ നമസ്കരിക്കുന്നതല്ല, അത് രാവിലെ ചെയ്യുന്ന ഒരു വ്യായാമം, അതിനൊരു പേരുണ്ട്. അത് എത്രയും രാവിലെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് സൂര്യ നമസ്കാരം എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഇതേ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഈ പറയുന്ന മതമൗലികവാദികളുടെ ഭാഗമല്ലാത്ത മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും, സാധാരണക്കാരുടെ ഇടയിൽ പോലും ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടു പോകുന്നു. അതൊരു പക്ഷെ അറിഞ്ഞും അറിയാതെയും ഈ മുസ്ലിം സംഘടനകളും അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ ഇടയിലേക്ക് വന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉരുത്തിരിയുന്ന ഒരു രീതിയിലേക്ക്. പണ്ട് ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ മൊത്തവും മറച്ചുകൊണ്ട് നടക്കുന്ന പർദ്ദ, പല വലിയ രാജ്യങ്ങളിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ പർദ്ദ വേണ്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വേഷം ഇതല്ലായിരുന്നു. അറിയാം, ക്രിസ്ത്യാനികൾ ചട്ടയും മുണ്ട് കൊടുക്കുന്ന പോലെ അവർക്ക് വേറെ വേഷം ഉണ്ടായിരുന്നു. തലയിൽ ഇതുണ്ട്, തുണി ഇടും, അത് വടക്കേന്ത്യയുള്ള സ്ത്രീകളിൽ. ഇപ്പോഴാണല്ലോ എത്ര കാലമായി ഈ മൊത്തം മറച്ചുകൊണ്ടുള്ള ഈ പറയുന്ന കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ടുള്ള ആൾക്കാരെ കാണുവാൻ സാധിച്ചത്. ഇത് എവിടെ നിന്ന് വന്നു? ഇത് ഈ പറയുന്നത് പോലെ ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമല്ലല്ലോ, മുസ്ലിം സംസ്കാരത്തിന്റെ അടിസ്ഥാന ഭാഗമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെയൊക്കെ പ്രൊമോഷൻസ് എന്ന് പറയുമ്പോൾ ഇത് വേറെ പലയിടത്തുനിന്നും വരുന്നു,
അല്ലെങ്കിൽ ഇത്തരത്തിൽ മതമൂല്യവാദികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ലോകത്തുടനീളം നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വരുന്നു എന്നാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ പുറകോട്ട് പരിശോധിക്കും. അപ്പം ഇതേ രീതിയിലേക്കുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ ഉള്ളണം, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമുള്ളണം, ദിവസവും ജമാഅത്തെ ഇസ്ലാമി ലോകം മൊത്തവും മുസ്ലിം രാജ്യമാക്കണമെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അത് കുഴപ്പമില്ലെന്നും വെള്ള പൂശാൻ വേണ്ടി നിൽക്കുന്ന സതീശൻ, അതിന്റെ വോട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ലെന്ന് പറയുന്ന സതീശൻ, അല്ലെങ്കിൽ അവരുടെ ഞങ്ങളുടെ ഭാഗമായിട്ട് നിന്ന് അവർക്ക് കുഴപ്പമില്ലെന്ന് പറയുന്ന ഭരണപക്ഷം, ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംഘടിതമായ വോട്ട് ഉണ്ടെന്ന് കണ്ട് എന്തു പറഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന രീതി ഈ പറയുന്ന മുസ്ലിം സംഘടനകൾക്കല്ലാതെ ഈ പറയുന്ന ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെ ഒരു രീതി വന്നാൽ അവർക്കെതിരെ പറഞ്ഞാൽ അത് മതേതരത്വത്തിന്റെ ഭാഗമായിട്ട് പറയുന്നു എന്നുള്ള രീതിയിലേക്ക് കൂടി വരുന്ന, അത്തരത്തിൽ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു സംസ്കാരവും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാർക്കിടയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സാംസ്കാരിക നായകന്മാർ എന്തിനു എതിരെ, ഇവരുടെ സംസ്കാരം ഉയരണമെങ്കിൽ സാംസ്കാരിക നായകന്മാർ, ഇവിടെ കുറെ അവന്മാരുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ അവന്മാർക്ക് പറയണമെങ്കിൽ ഇവിടെ ഇന്ത്യയുടെ സംസ്കാരത്തെ മോശമാക്കുന്ന എന്തെങ്കിലും കാര്യം വന്നാൽ പറയും, അല്ലെങ്കിൽ ബി ജെ പിക്കാരനും ബി ജെ പിയുടെ ഭാഗവുമായിട്ട് പറയില്ല, ബി ജെ പിക്കാരനും ആർ എസ് എസ്സുകാരനും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ പറയുമ്പോൾ അവനൊരു സാംസ്കാരിക നായകനാവും. ഇവനെന്താ ഇപ്പൊ ഒരുത്തരും പറയാത്ത ഈ പറയുന്നത് പോലെ ഈ സൂംബ ഡാൻസ് കുട്ടികൾക്കിടയിൽ വേണ്ടതാണ്, അത് ആവശ്യമാണ്, അതിൻ്റെ അകത്തൊരു വേർതിരിവോ മതമോ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ എന്താ പറയാത്തത്? ആരുടെയും വായ എന്താ തുറക്കാത്തത്? എന്താണ് ഇവരൊക്കെ ഭയക്കുന്നത്? അപ്പൊ ഇത്തരം ഇവരെ ഭയന്നു പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന സാംസ്കാരിക നായകരും രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ പ്രബുദ്ധരും ഒക്കെ ചിന്തിക്കുന്ന ഒരു കേരളമായിട്ട് മാറുന്നു. അതായത് മതമൗല്യവാദികളുടെ തിട്ടൂരം ഏറ്റവും ആദ്യം നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ആദ്യം നടപ്പാക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളം മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ മതമൂല്യവാദികൾക്ക് എന്തോ സൂമ്പ, അവന്മാർക്ക് ഒരു സൂമ്പയുമില്ല, അവന്മാരുടെ തിട്ടൂരും അവന്മാരുടെ താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിക്കണം, അതിന് നട്ടലോടുകൂടി പറയാൻ വേണ്ടിയുള്ള ഒരു സാംസ്കാരിക നായകനും ഇല്ല. നേരത്തെ ഇതുപോലെ ഈ താലിബാനെതിരെ പറഞ്ഞ ഇവിടുത്തെ പണ്ട് കൊരങ്ങാന്ന് VS വിളിച്ച ഒരു സാംസ്കാരിക നായകനുണ്ട്. താലിബാനെതിരെ അവിടുത്തെ ഭരണം വന്നപ്പോൾ ഏതാണ്ട് പറഞ്ഞു, അയാൾക്ക് വധഭീഷണി വന്നിട്ട് ഇയാൾ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. എനിക്കൊന്ന് ഇവൻ എഴുത്തു നിർത്തി അവന്റെ പുറത്തിൽ കയറിയെന്ന്, നിന്നെ കാച്ചു എന്ന് പറഞ്ഞവന്മാര്. താലിബാനെതിരെ പുള്ളി എല്ലായിടത്തും പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ, താലിബാൻ ഭരിക്കുന്നത് ശരിയല്ല, അവിടെ നടക്കുന്നത് ഈ പറയുന്നത് പോലെ മോശമാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞു ഇയാൾ വേണേ എഴുതിക്കോണം, ഇയാൾ വേറെ ആരുടെയും കാര്യം പറഞ്ഞോണം, ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ നിന്നെ കാച്ചിക്കളെ. പിന്നെ അവനെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല, ആ സാംസ്കാരിക നായകനെയും കണ്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള സാംസ്കാരിക നായകന്മാരെ ഒക്കെ ഉള്ളൂ. പിന്നെ മാത്രമല്ല ഇവന്മാർക്ക് അനുകൂലമായിട്ട് പറയാമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിപ്പിടി കിട്ടും, അത് മേടിച്ച് സാംസ്കാരിക നായകന്മാർക്ക് ഇരിക്കാം. അത്തരത്തിൽ മേടിക്കുന്ന സാംസ്കാരിക നായകന്മാരാണോ എന്ന് പല കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും പലർക്കിടെ കാര്യങ്ങൾ വരുമ്പോൾ ഉറച്ചു പറയുമ്പോഴും ചില കാര്യങ്ങൾ വരുമ്പോൾ മൗല്യം പാലിക്കുന്നതിൽ നിന്നൊന്നും അതൊക്കെ മനസ്സിലാവും. അതായത് പേയ്മെന്റ് സാംസ്കാരിക നായകന്മാരും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എങ്ങനെയും വോട്ട് കിട്ടാൻ വേണ്ടി നിൽക്കുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും. ഇവിടെ ഒരു തൂമ്പായി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഇത് വളരെ സൈലന്റ് ആയിട്ട് ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം അങ്ങ് പിൻവലിച്ചാൽ കുഴപ്പം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് ഇപ്പൊ നിൽക്കുകയാണ്. ചെങ്കുട്ടി ഞാനിപ്പോ കാച്ചും, ഇന്ദു പറഞ്ഞ് ഞാനിപ്പോ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ നിങ്ങൾ നോക്കിക്കോ, പെല്ല ഇതങ്ങ് നിർത്തും, അനൗൺസിങ് ഒന്നും കാണത്തില്ല. സൂംബ ഡാൻസ് വളരെ പെല്ല നാളെ മറ്റന്നാളും അതിന്റെ അടുത്ത ദിവസങ്ങളിലും ഒക്കെ ആയിട്ട്, നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അല്ല, ഇതിന് ആൾക്കാരെ ശ്രദ്ധ വരാത്തൊരവസ്ഥ വരുമ്പോ സൂംബ ഡാൻസ് ഈ സ്കൂളുകളിൽ കാണത്തില്ല. കാരണം അത് പെല്ലേ അങ്ങ് നിർത്തിയാൽ മതിയല്ലേ. അവനൊരു ഔദ്യോഗിക പ്രഖ്യാപനം വേണ്ട, സൂംബ ഡാൻസിനെയും വേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിപാടി സ്കൂളുകൾ വേണ്ട എന്ന് രഹസ്യമായിട്ടുള്ള ഒരു തിട്ടൂരം അല്ലെങ്കിൽ അത്തരത്തിലൊരു അനൗൺസിങ് കൊടുത്താൽ മതി. അതിനൊക്കെ കഴിയും. അങ്ങനെ പല കാര്യങ്ങളും നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഗവൺമെന്റ് ഞങ്ങൾക്ക് സാധിക്കും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഈ മതമൂല്യവാദികളുടെ തിട്ടൂരത്തിനപ്പുറം പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. അത് CPM ഇല്ല, കോൺഗ്രസും ഇല്ല, BJP ക്ക് അത് പറയാനുള്ള നട്ടല്ലും ഇല്ല. അത് പറഞ്ഞാൽ അവന്മാരും വിചാരിക്കുന്ന ഒരിക്കലും കിട്ടാത്ത വോട്ടെങ്ങാനും കിട്ടിപ്പോയാലോ എന്ന് വിചാരിക്കുന്ന ഒരു BJP ഒക്കെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. നാളെ കാലത്തെ എല്ലാവരോടും ഒന്നിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ അതും അങ്ങനെ അങ്ങ് സഹിച്ചു പോവുക. അതാണ് നിവൃത്തി. അത്തരം ഒരു കേരളത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്.
എന്തായാലും കുട്ടികൾക്ക് ഒരു വ്യായാമം എന്ന രീതിയിൽ സർക്കാർ പ്രഖ്യാപിച്ച സൂംബ ഡാൻസിന് മേലും അനാവശ്യ ചർച്ചകളും വിവാദങ്ങളും കൊഴുക്കുകയാണ്. സമസ്തയും മുസ്ലിം ലീഗിലെയും ഉൾപ്പെടെ സകല നേതാക്കളും ഈ വിഷയത്തിൽ ഒരു ചെറിയൊരു വിഷയമായിരുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ നടപ്പിലാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വിഷയത്തെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് വിവാദമാക്കി വഷളാക്കി എന്ന് വേണം പറയാൻ. അതിന് മതത്തിന്റെ കുറെ എലമെന്റ് കൂടെ ആഡ് ചെയ്ത് അതിനെ ഒരു തരത്തിലൊരു ഭീകരവാദ പ്രസ്ഥാനം കേരളത്തിൽ വളർന്നു വരുന്നു എന്ന രീതിയിൽ വരെ ചർച്ചകളെ കൊണ്ടെത്തിച്ചു എന്നതാണ് വ്യക്തമാണ്. താങ്ക് യു പ്രശംസ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.